സുഭദ്ര ജാനിയുടെ ഡോറിൽ മുട്ടി വിളിക്കുന്നതൊക്കെ ആദി ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. ഓരോ സെക്കൻഡ് കഴിയും തോറും അവൻ തീർത്തും അക്ഷമനായി. ജാനി മുത്തശ്ശിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടതും അവൻ വേഗം ചെയറിൽ നിന്ന് നേരെയിരുന്നു. ഹലോ. ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും അവളുടെ ശബ്ദം ആദിക്ക് കേൾക്കാനായി. കുഞ്ഞേ. അവൻ്റെ ശബ്ദം തീർത്തും ആർദ്രമായി. അവൾക്ക് ഫോൺ കൊടുത്തിട്ട് മുത്തശ്ശി തിരികെ പോയതും ജാനി ഡോർ അടച്ചിട്ട് റൂമിലായുള്ള ചെയറിൽ പോയിരുന്നു. എന്തുപറ്റി? മുത്തശ്ശി പറഞ്ഞു നിനക്ക് തലവേദനയാണെന്ന്. ഇപ്പോൾ കുറവുണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണോ? കുറവുണ്ട്. അവൻ്റെ ചോദ്യത്തിന് ജാനി ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യ രാവിലെ മിണ്ടാതെ പോയതായിരുന്നു. ജാനി, ഐ എം സോറി. എനിക്കറിയാം ഞാൻ രാവിലെ മിണ്ടാതെ പോയത് തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു പരിഭവം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതോർത്തിനി കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട കേട്ടോ. അവളുടെ മനസ്സ് വായിച്ചെടുത്തതുപോൽ ആദി ജാനിയോട് ക്ഷമാപണം നടത്തി. അവനറിയാം അതായിരിക്കും അവളുടെ തലവേദനയുടെ കാരണമെന്ന്. ജാനിക്കും അവൻ താൻ പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കിയതിനുള്ള അത്ഭുതമാണ്. കൂടാതെ ആദി ക്ഷമ ചോദിക്കുമെന്നത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഫോൺ വിളിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പോയി എടുത്ത് കഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. വൈകുന്നേരം മാക്സിമം നേരത്തെ വരാൻ നോക്കാട്ടോ. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? ലഞ്ച് ബ്രേക്ക് കഴിയാനായതും ആദ്യം അവളോട് പറഞ്ഞു. ഒന്നും വേണ്ടത് തേട്ടാ. എന്നാൽ ഞാൻ വെക്കുവാണേ. ബൈ ഉമ്മ. അവൻ്റെ ആ 2 വാക്കുകളിൽ തീരാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ സങ്കടങ്ങൾ. ആദി ഫോൺ വെച്ച് കഴിഞ്ഞതും ജാനി വേഗം വാഷ്റൂമിലേക്ക് കയറി. വാഷ് ബേസിന് മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കിയതും അവളൊന്ന് മുഖം ചുളിച്ചു പോയി. കരഞ്ഞതിൻ്റെ ആണെന്ന് തോന്നുന്നു. കണ്ണും മുഖവും എല്ലാം ഇടുമ്പിച്ചിട്ടുണ്ട്. കവിളും മൂക്കും കൺതടവും ചുവന്ന് കയറി. ഇപ്പം നോക്കിയാൽ ശരിക്കും പഴുത്ത തക്കാളി പോലെയുണ്ട്. അവൾ മുഖമെല്ലാം നന്നായി കഴുകി. വിശന്നിട്ട് വയറെല്ലാം മുറവിളി കൂട്ടുന്നുണ്ട്. ഇനിയും നിന്നാൽ എവിടെയെങ്കിലും തളർന്നു വീഴുമെന്ന് തോന്നിയതും ജാനി സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. തലവേദന കുറവുണ്ടോ മോളെ? ആകെ വാടിപ്പോയല്ലോ എൻ്റെ കുട്ടി. ജാനി നീട്ടിയ ഫോൺ തിരികെ വാങ്ങി അവളുടെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ട് സുഭദ്ര ചോദിച്ചു. കുറഞ്ഞു മുത്തു. കുറച്ചു നേരം കിടന്നപ്പോഴേക്കും അത് മാറി. മുത്തശ്ശിയോട് കള്ളം പറയേണ്ടി വന്നതിൽ അവളുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. അവൾ സുഭദ്രയെ ഇറുകെ പുണർന്നു. ഇപ്പൊ ഞെക്കി പൊട്ടിക്കുമോ നീ എന്നെ? സ്നേഹപ്രകടനമെല്ലാം പിന്നെ ആകാം. ഇപ്പൊ വന്നെന്തെങ്കിലും കഴിക്ക്. വിശക്കുന്നില്ലേ നിനക്ക്? സുഭദ്ര അവളുടെ കാട്ടിക്കൊട്ടലുകൾ കണ്ട് ചിരിയോടെ ചോദിച്ചു. വിശപ്പുണ്ടോന്നോ? അതേ ഉള്ളൂ. ഇപ്പോൾ ഒരാനയെ കിട്ടിയവരെ ഞാൻ കഴിക്കും. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തായോ മുത്തു. ജാനി വയറൊഴിഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിനരികിലുള്ള ചെയറിലേക്കിരുന്നു. സുഭദ്ര വേഗം അവൾക്ക് ചോറും കറികളും എല്ലാം വിളമ്പിക്കൊടുത്തു. എന്താണെന്നറിയില്ല, വിശന്നിട്ടാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ്. കഴിക്കുന്നതിനിടയിൽ അവൾ ആലോചിച്ചു. സൂപ്പർ മുത്തു. മുത്തശ്ശിയെ പ്രശംസിക്കാനും അവൾ മറന്നില്ല. സുഭദ്രയോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞും അവൾ പാത്രത്തിലുള്ളതെല്ലാം കാലിയാക്കി. പിന്നീടങ്ങോട്ട് ആദിയുടെ വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു അവൾ. ജാനി ഇടയ്ക്കിടയ്ക്ക് ഫോണെടുത്ത് സമയം നോക്കിക്കൊണ്ടേയിരുന്നു. സമയമൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ. സൂചിയൊക്കെ അനങ്ങാതെ നിൽക്കുവാണോന്ന് പോലും അവൾക്ക് സംശയമായി. കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം 8 മണിയായപ്പോഴേക്കും ആദി എത്തിയിരുന്നു. ആദി കാറിൽ നിന്നിറങ്ങിയ പാടെ അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതും അവൻ ജാനിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ കുഞ്ഞെ, പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അവൻ അവളുടെ തലയിൽ മെല്ലെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. ആദിയുടെ കൈകളിലേക്ക് മെല്ലെ ചാരിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി മുത്തശ്ശിയുടെ മുന്നിലെത്തിയതും ജാനി മെല്ലെ അവൻ്റെ കയ്യിലെ പിടി അയച്ചു. ആ മോൻ എത്തിയോ? ഉച്ചതൊട്ട് ഈ പെണ്ണ് നിന്നെയും കാത്തുള്ള ഇരിപ്പാണ്. സുഭദ്ര പറഞ്ഞതും ആദി അവളെ ആണോ എന്ന അർത്ഥത്തിൽ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും ജാനി മുഖം വേഗം വെട്ടിച്ചു. ആദി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ജാനി അവനിലേക്ക് പതുങ്ങിക്കൂടി. ആദിയുടെ ചേർത്ത് പിടിക്കൽ കണ്ടപ്പോൾ സുഭദ്രയുടെ മനസ്സ് നിറഞ്ഞു. തൻ്റെ തീരുമാനം തെറ്റിയില്ല എന്നവർക്ക് ബോധ്യമായി. താൻ തന്നെയാണ് അവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചയച്ചത്. എങ്ങനെയായി തീരുമെന്ന് ഉള്ളിനുള്ളിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം അവൾക്കാകെ 18 വയസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പ്രായത്തിന് അനുയോജ്യമായ പക്വത മാത്രമുള്ള ഒരു കുഞ്ഞിപ്പെണ്ണ്. ഇതുവരെ ഈ വീട് വിട്ട് എങ്ങോട്ടും മാറി നിന്നിട്ടില്ല. തൻ്റെ ചിറകിനടിയിൽ പതുങ്ങിക്കൂടിയാണ് ഇത്രയും നാൾ അവൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ തൻ്റെ ആവലാതികളെല്ലാം തച്ചുടയ്ക്കാൻ പാകത്തിനാണ് ആദിയിൽ നിന്ന് ജാനിയോടുള്ള പെരുമാറ്റം. ഇനി തൻ്റെ കാലശേഷവും അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് അവർക്ക് ബോധ്യമായി. ആദി നോക്കിക്കോളും ജാനിയെ. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്നോ രണ്ടാളും.
മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് സുഭദ്ര അവരോട് പറഞ്ഞത്. 3 പേരും കളിച്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുത്തശ്ശിയെ അടുക്കളയിൽ എല്ലാത്തിനും സഹായിച്ചു കൊടുത്തിട്ടാണ് ജാനി മുറിയിലേക്ക് ചെന്നത്. ആദ്യ കുളി കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷോർട്സ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഒരു കൈയാൽ നനഞ്ഞ മുടി തോർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ജാനി കയ്യിലിരുന്ന ജഗ് ടേബിളിന് മുകളിലേക്ക് വെച്ച് ഡോർ ലോക്ക് ചെയ്തു. ആദി കയ്യിലിരുന്ന തോർത്ത് ചെയറിലേക്ക് വിരിച്ചിട്ട് തിരിഞ്ഞതും ജാനി അവനെ ഇറുകെ പുണർന്നു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് വന്ന് ജാനി അവനെ കെട്ടിപ്പിടിച്ചതും ആദി ശരിക്കും ഞെട്ടിയിരുന്നു. കാരണം അവളിൽ നിന്ന് അത്തരത്തിലൊരു പ്രവൃത്തി അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യത്തെ ഒരു പകപ്പ് മാറിയതും അവനും തിരികെ ഇരു കൈയാലും ജാനിയെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കുളിച്ചിറങ്ങിയതിനാൽ തന്നെ ആദിയുടെ ശരീരത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അവനോട് പറ്റിച്ചേർന്ന് നിൽക്കെ ആ തണുപ്പ് അവളിലേക്കും പടർന്നു. അവന്റെ ഇടനെഞ്ചിലേക്ക് ചാരി കുറേ നേരം ജാനി ആ നിൽപ്പ് തുടർന്നു. ആദിയും മനസ്സ് നിറഞ്ഞ് അവൾക്ക് വിധേയയായി നിന്നുകൊടുത്തു. എന്തു പറ്റി കുഞ്ഞേ നിനക്ക്? ഈ ശീലങ്ങളൊന്നും പതിവില്ലാത്തതാണല്ലോ. കുറേ നേരമായിട്ടും അവൾ മാറാഞ്ഞതിനാൽ ആദി അവളോടൊരു സ്വകാര്യം പോലെ ചോദിച്ചു. ഐ മിസ്ഡ് യു. അവന്റെ വിരിമാറിലായി മുത്തിക്കൊണ്ട് ജാനി പറഞ്ഞു. ആദിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനേ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ അവന്റെ അവഗണനയിൽ നിന്ന് തന്നെ അവൻ തന്നിൽ എത്രത്തോളം വേരൂന്നിരുന്നെന്ന് ജാനിക്ക് മനസ്സിലായി. എത്ര നേരം ഇങ്ങനെ നിൽക്കാനാ എൻ്റെ പെണ്ണിന്റെ പ്ലാൻ? വാ, നമുക്ക് ആ കട്ടിലിൽ പോയിരിക്കാം. അവളുടെ വാക്കുകൾ തന്നിൽ പടർത്തിയ സന്തോഷത്തെ മറച്ചുവെക്കാതെ തന്നെ ജാനിയുടെ മൂക്കിൻ തുമ്പിലായി ഒന്ന് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. ജാനി തലയുയർത്തി നോക്കിയതും അവളെ തന്നെ നോക്കിക്കൊണ്ട് ചിരിയോടെ നിൽക്കുന്ന ആദിയെയാണ് കണ്ടത്. അവനുള്ളിലെ സന്തോഷം നറുനിലാവുദിച്ചതുപോലെ ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. ജാനി തന്റെ സമ്മതം ഒരു തലയാട്ടലിലൂടെ ആദിയെ അറിയിച്ചപ്പോൾ അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് പോയിരുന്നു. ജാനിയെ അവന്റെ മടിയിലായി ചെരിച്ചിരുത്തി. സാധാരണ അവന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ പിടഞ്ഞു മാറാറുള്ളവൾ ഇന്ന് മുൻപത്തേതിലും വ്യത്യസ്തമായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനിലേക്ക് പതുങ്ങുകയാണ് ചെയ്തത്. ആദ്യ ഒരു കൈയാൽ ഇടുപ്പിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ എന്നിലേക്ക് പതുങ്ങി കൂടുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനും എത്രയോ മുന്നേ നിന്നോട് പിണങ്ങിയേനെ. ആദ്യ ഊറി വന്ന പൊട്ടിച്ചിരിയോടുകൂടി അവളോട് പറഞ്ഞു. അവന്റെ കളിയാക്കൽ മനസ്സിലായതും അവന്റെ കൈത്തണ്ടയിൽ നോവിക്കത്തക്ക വിധം ജാനി അമർത്തി നുള്ളി. ആദ്യമൊന്ന് എരിവ് വലിച്ചുപോയി. പിച്ചിയെടുക്കുമോ പെണ്ണെ നീ എന്നെ? അവൻ കപട ഗൗരവത്തോടെ ജാനിയെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അത് കാണെ ജാനി അവനെ നന്നായി ഒന്ന് ഇടിച്ചു കാട്ടി.